നമ്മുടെ രാജ്യത്തെ മഹത്തായ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് നമ്മുടെ മതേതരത്വവും അതുപോലെ നമ്മുടെ ജനാധിപത്യവും സോഷ്യലിസവും എല്ലാം. നമ്മുടെ മൗലികമായ അവകാശങ്ങളുടെ മേലുള്ള നഗ്നമായ ലംഘനങ്ങൾ വർഷങ്ങളായി പലതും ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബാബരി മസ്ജിദിന്റെ ദംസനം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു, അതുപോലെ മുത്തലാഖ് നടപ്പിൽ കൊണ്ടുവന്നു, NRC തുടങ്ങിയുള്ള വിഷയം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുശാസിക്കുന്ന അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മൈനോറിറ്റിയായ മുസ്ലിം കമ്മ്യൂണിറ്റി, ആ മുസ്ലിം കമ്മ്യൂണിറ്റി അവരുടെ കൾച്ചറൽ, അവരുടെ ഫിനാൻഷ്യൽ, അവരുടേതാകുന്ന ക്യാപിറ്റൽ, ഇതിനെല്ലാം കയറി പിടിക്കുകയാണ്. കൾച്ചറൽ സംസ്കാരവും സംസ്കൃതിയെയും പലതും തൊട്ടു ഇപ്പോഴിതാ മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്തായിട്ടുള്ള പടച്ചു തമ്പുരാനായ റബ്ബു തആലയ്ക്ക് വേണ്ടി ദാനമായി മുസ്ലിമീങ്ങൾ നൽകുന്ന വഖഫ് സ്വത്ത്, ഭരണീയരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടെന്ന് ഭരണകൂടം തന്നെ അതിൽ കൈവച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ ആരാധനാലയങ്ങളും നമ്മുടെ ആരാധനകളും എല്ലാം വഖഫുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ സാമൂഹികമായ ജീവിതവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പള്ളികളും മദ്രസകളും എന്ന് വേണ്ട എല്ലാം വഖഫുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിപ്പോ പരിശുദ്ധമായ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ആലപ്പുഴ വലിയ പള്ളി ജുമുഅ മസ്ജിദിന്റെ അകത്തളത്തിൽ ജുമുഅ പ്രാർത്ഥനയ്ക്കായി നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ ഈ പള്ളി വഖഫാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകൾ വഖഫാണ്. അതെല്ലാം വഖഫുകളാണ്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് നമുക്ക് അനുവദിച്ചു തരുന്നതാണ്. ഓരോരുത്തരുടെയും മതം അനുസരിച്ചു ജീവിക്കുവാനോ അത് പ്രവർത്തിക്കുവാനും എല്ലാമുള്ള അവകാശം നമുക്ക് വകവെച്ചു തരുന്നുണ്ട്. എന്നാൽ ഒരു സമുദായത്തോടും മാത്രം എന്തിനാണ് ഈ വിവേചനം എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. എന്തിനാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുമ്പിൽ വിരുമാറ് കാട്ടിക്കൊടുത്ത വീരമൃത്യു വരിച്ച മഹാരഥന്മാരായ മുസ്ലിം നേതാക്കളുടെ പാരമ്പര്യമുള്ള പൈതൃകമുള്ള ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ മേൽ മാത്രം എന്തിനാണ് ഈ കടന്നു കയറ്റം എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്രങ്ങൾക്ക് ബോർഡുകളുണ്ട്, ദേവസ്വം ബോർഡുകളുണ്ട്, ക്രിസ്ത്യൻ സഭാ ബോർഡുകളുണ്ട്. അതിനോടൊന്നും വിവേചനമില്ല, അതിലേക്കൊന്നും ഒരു കടന്നുകയറ്റവുമില്ല. ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ സ്വത്തായ വഖഫ് സ്വത്തിൽ കണ്ണു നട്ടുകൊണ്ട് അതിൽ കടന്നു കയറുകയാണ്. ഇത് വിവേചനമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇന്ത്യൻ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ്. 40ഓളം ഭേദഗതി ഈ വഖഫ് ബില്ലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 40-ൽ ചില്ലുവാനം ഭേദഗതി നിലവിലുള്ള വഖഫിൽ വരുത്തിക്കൊണ്ടാണ് ബില്ല് പാർലമെന്റിലും പിന്നീട് രാജ്യസഭയിലും പിന്നീട് പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടി നടപ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് വളരെ വിചിത്രമാണ്. ഇത് വളരെ വിചിത്രമായിരിക്കുകയാണ്. ഒരു കാര്യത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ഒരു സമുദായത്തിന്റെ വിഷയം ആ വിഷയത്തിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ആ സമുദായത്തിൽ നിന്നൊരു പരാതി വരണ്ടേ? നമ്മൾ പരാതിപ്പെടണ്ടേ? ഇവിടെ ആരെങ്കിലും വഖഫ് സ്വത്തിന്റെ വിഷയത്തില് ഏതെങ്കിലും കോടതിയില് നമ്മൾ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? കാരണം ഇത് നമ്മുടെ സ്വത്താണ്. ഇത് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണ്. നമ്മളാരും ഇന്നുവരെ ഈ വിഷയത്തിൽ ഒരു പരാതിപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഭേദഗതി? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ഉള്ളത് ഇന്ത്യൻ റെയിൽവേ മിനിസ്ട്രിക്കും അതുപോലെ തന്നെ ഡിഫൻസ് മിനിസ്ട്രിക്കോ പിന്നീട് വഖഫിനുമാകുന്നു.
ഏറ്റവും കൂടുതൽ ഈ രാജ്യത്ത് സ്വത്തുക്കൾ, ഈ രാജ്യത്ത് ഭൂമികൾ, ഏക്കർ കണക്കിന് ഭൂമികൾ, ഹെക്ടർ കണക്കിന് സ്വത്തുക്കൾ, ഭൂമികളൊക്കെ ഈ രാജ്യത്തുള്ളത് ഏറ്റവും കൂടുതൽ റെയിൽവേക്കും പിന്നെ ഡിഫൻസിനും പിന്നെ വഖഫ് ബോർഡിനുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏകദേശം 8 ലക്ഷത്തിൽ പരം ഏക്കർ ലാൻഡ് വരും വഖഫ് ബോർഡിന്. നമ്മുടെ 8 ലക്ഷത്തിൽ പരം ഏക്കറാണ്. എത്രയുണ്ടാവോ സ്വത്തല്ലേ? എങ്ങനെയാണ് ഈ ആസ്തികളും ഈ വഖഫ് ബോർഡിന്റെ കീഴിൽ ഈ സ്വത്തുക്കളൊക്കെ ഈ രാജ്യത്ത് വന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിവിടുത്തെ ഒരു ഗവൺമെന്റിന്റെയും ഔദാര്യമായി കിട്ടിയതോ ആരെയെങ്കിലും ആക്രമിച്ചു നേടിയതോ അല്ല. ഈ രാജ്യത്തെ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സുമനസ്സുകളായ ആളുകള്, നല്ല ധനാഢ്യർ സമ്പന്നരായ ആളുകള് അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ചവന്റെ പൊരുത്തത്തിലായി കൊടുത്ത ഭൂമികളാണ്. നമ്മുടെ കൊച്ചു കേരളത്തില് ഏതെല്ലാം സ്ഥലത്ത് അന്നത്തെ നാട്ടുരാജാക്കന്മാരായിരുന്ന ആളുകള് ഭൂമി കൊടുത്തിട്ടുണ്ട് അല്ലേ? ചേരമാൻ മസ്ജിദ് നമുക്കറിയാം, ദ ഫസ്റ്റ് മോസ്ക് ഓഫ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം പള്ളി എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദാണ്. ഈ ചേരമാൻ പള്ളി വരാൻ അന്നത്തെ നാട്ടുരാജാവായ ചേരമാൻ പെരുമാൾ രാജാവ് അറബികൾക്ക് ദാനമായി വഖഫായി കൊടുത്ത ഭൂമിയാണ്, പള്ളിയാണ്. ഇതുപോലെ ദാനമായി പടച്ചവന്റെ പൊരുത്തത്തിനായി ആളുകൾ കൊടുത്തിട്ടുള്ള സ്വത്തുക്കള്, ഭൂമികളാണ് വഖഫിന്റെ കീഴില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വസ്തുവകകളുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാകുന്ന ഡൽഹി, ആ ഡൽഹിയിലെ ഭരണസിരാ കേന്ദ്രം നടക്കുന്ന ഒട്ടുമിക്ക ഓഫീസുകളും വഖഫ് ഭൂമികളിലാണ്. രാജ്യ നന്മയ്ക്ക് വേണ്ടി വഖഫ് ഭൂമി അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്. എന്നാലോ ഈ രാജ്യത്തെ അംബാനിമാരെ പോലെയുള്ള വലിയ കുത്തക മുതലാളിമാർ അവർ ഡൽഹി കേന്ദ്രമാക്കി വലിയ മണിമാളികകൾ, ബംഗ്ലാവുകൾ സ്ഥാപിച്ചുകൊണ്ട് അവർ താമസിക്കുന്ന ഭൂമികൾ പോലും അത് വഖഫിന്റേതാണ് കേസ് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണം. ഇപ്പോ പറയുന്നത് ഈ വഖഫ് ഭൂമിയെല്ലാം ഇവിടുത്തെ മുസ്ലിങ്ങൾ അക്രമത്തിലൂടെ പിടിച്ചോറിച്ചതാണെന്നാണ്, അക്രമത്തിലൂടെ നേടിയതാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, 2018 SP ഖാർഗിന്റെ നേതൃത്വത്തില് സെൻട്രൽ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചു വഖഫിന്റെ സ്വത്തുവകകളെ കുറിച്ച് പഠിക്കാൻ. SP ഖാർഗിന്റെ നേതൃത്വത്തില് സെൻട്രൽ ഗവൺമെന്റ് നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എന്താ പറഞ്ഞതെന്നറിയാവോ? 123ഓളം വരുന്ന പ്രോപ്പർട്ടികള് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളായ നമ്മൾ ആക്രമിച്ച് പിടിച്ചെടുത്തിട്ടുണ്ടെന്ന 20,000-ൽ പരം കോടി മുതലുകള് ഏതെങ്കിലും ഒരു സെന്റ്, ഒരു തുണ്ട് ഭൂമി എങ്ങാനും നമ്മുടേതല്ലാത്ത ഒരു അന്യമതസ്ഥന്റേതോ മറ്റോ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങള് ഇന്ന് വരെ അക്രമത്തിലൂടെ, അനീതിയിലൂടെ പിടിച്ചെടുത്തിട്ടുണ്ടോ? അങ്ങനെ പിടിച്ചെടുത്താൽ അത് വഖഫാക്കി പള്ളി വെച്ചാൽ അവിടുത്തെ നിസ്കാരം സ്വഹിയാവൂ? പിന്നെ നമ്മൾ പിടിച്ചെടുക്കുവോ? നമ്മളെ പറ്റിയിട്ട് പച്ച നുണ, ശുദ്ധ കളവ് പറഞ്ഞ് അതിന്റെ പേരിലാണ് ഇപ്പോ ഫുൾ ടോസർ കൊണ്ടുവന്നിട്ട് ഡൽഹിയിലും ഉത്തർപ്രദേശിലുമൊക്കെ പള്ളികളും മദ്രസകളും പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ വീടുകളുമെല്ലാം തകർത്തു കളയുന്നത്. ഇതിന്റെ പേരിൽ അതൊക്കെ നമ്മൾ പിടിച്ചു പറിച്ചതാണ്, അക്രമത്തിലൂടെ നേടിയതാണ് എന്നാണ് ശുദ്ധമായ നുണ, കളവ് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം നൽകട്ടെ, അല്ലാഹു ശാന്തി നൽകട്ടെ. ഈ വിചിത്രമായ ഭേദഗതി എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഭേദഗതി എന്ന് നമ്മൾ ആലോചിച്ചു പോവാണ്. നമ്മളിത് മനസ്സിലാക്കണം. അത് വെറുതെ ആയത്തും ഹദീസും കേട്ടിരുന്നാൽ പോരാ. നമ്മളെ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഖഫ് ഭേദഗതിയുടെ 40-ൽ ചെല്ലുവാനം വരുന്ന ഭേദഗതികള് അതിൽ മാറ്റം വരുത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് 40-ാം വകുപ്പ് റദ്ദാക്കുന്നു എന്നത്.
എന്താണ് വഖഫ് ബില്ലിലെ 40-ാം വകുപ്പ്? എന്താണ് വഖഫ് ബില്ലിലെ, നിലവിലെ വഖഫ് ബില്ലിലെ 40-ാം വകുപ്പ് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി, ഒരു വഖഫ് ഭൂമി, അത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്ന വിഷയത്തിൽ ഒരു തർക്കം ആരെങ്കിലും ഉന്നയിച്ചാൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോട് കൂടിയിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട വഖഫ് ബോർഡിന് പിന്നൊന്നുമില്ല. വഖഫ് ബോർഡിനോ അതിന്റെ കമ്മീഷണർക്കോ അതിന്റെ ഉദ്യോഗസ്ഥർക്കോ ഒന്നും, അതിന്റെ മുത്തവല്ലിക്കോ ഒന്നും പിന്നെ അവിടെ ഒന്നും വിധി കൽപ്പിക്കാൻ പറ്റൂല. പിന്നെ ജില്ലാ കളക്ടറോ തത്തുല്യമായ ഗവൺമെന്റ് നിയമിക്കുന്ന ആളാണ് പിന്നെ തീരുമാനിക്കുക അത് വഖഫാണോ അല്ലേ എന്ന്. ഇപ്പോ നമ്മുടെ ആലപ്പുഴ വലിയകുളം മുസ്ലിം ജമാഅത്തിന്റെ ഈ മനോഹരമായ പള്ളിയും ഈ വഖഫ് ഭൂമിക്കും ഒരുത്തൻ അവകാശവാദം ഉന്നയിച്ചു. കേസിന് പോയാൽ ജില്ലാ കളക്ടർ വിധി കൽപ്പിക്കുന്നത് വരെ ഇവിടെ പിന്നെ നിസ്കാരം നടക്കൂല, ഇവിടെ പിന്നെ മയ്യമടക്കാൻ പറ്റൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയ്ക്ക് ഗൗരവകരമായ ആ 40-ാം വകുപ്പ് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ജില്ലാ കളക്ടർമാര് തീരുമാനിക്കുമെന്നാണ്. രണ്ടാമത്തെ ഒരു പ്രധാന ഭേദഗതി എന്ന് പറഞ്ഞാല് 5 വർഷമെങ്കിലും മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുത്താലേ ഒരാൾക്ക് പിന്നെ വഖഫ് ചെയ്യാൻ പറ്റൂ എന്നാ. അപ്പൊ ഞാൻ എന്റെ ഭൂമി അള്ളാഹുവിന്റെ മാർഗത്തിലായി ദാനം കൊടുക്കണമെങ്കിൽ ഞാൻ 5 കൊല്ലം മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുക്കണോ? ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ മഹത്തായ ഭരണഘടനയുടെയും നമ്മുടെ അവകാശങ്ങളുടെ ലംഘനമാണ് എന്ന്. മറ്റൊരു ഭേദഗതി എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് മെമ്പർമാരില് ഇതുവരെ മറ്റു സമുദായ അംഗങ്ങളില്ലായിരുന്നു. നമ്മുടെ പള്ളി കമ്മിറ്റിയിൽ തൊട്ടപ്പുറത്ത ഏതെങ്കിലും ഹൈന്ദവ സഹോദരങ്ങളെ നമ്മൾ ഭാരവാഹിയായി തിരഞ്ഞെടുക്കാറുണ്ടോ? ഉണ്ടോ? എന്താ? നമ്മുടെ ജമാഅത്ത് അല്ലെങ്കിൽ വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തില് അതിന്റെ കമ്മിറ്റിയും അത് ചർച്ച ചെയ്യേണ്ടത് നമ്മളല്ലേ? അത് മറ്റാരെങ്കിലും ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ. അതാണ് ഇന്നലെ മെനഞ്ഞാന്നുമായി സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്ന ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറലോട് ചോദിച്ചത് എന്താ ചോദിച്ചത്? നിങ്ങൾ പറയുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് സ്വത്തുക്കളുടെ അടിയാധാരം കൊണ്ടുവന്നിട്ട് തെളിയിക്കണമെന്നാണ്. അപ്പോഴാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്, എന്ത്? ഈ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിമീങ്ങളുടെ പൈതൃകമായി തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഡൽഹി ജുമാ മസ്ജിദ്, ആ ഡൽഹി ജുമാ മസ്ജിദ് മുഗൾ ചക്രവർത്തിമാർ പണിഞ്ഞു കൊടുത്തതാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിഞ്ഞു കൊടുത്ത മുഗൾ ചക്രവർത്തിമാരാൽ പണിത ആ ഡൽഹി ജുമാ മസ്ജിദിന്റെ അടിയാധാരം കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ അവരെവിടുന്ന് കൊണ്ടുവരാന് സാധിക്കോ? പല പള്ളികളുടെയും പല വഖഫ് സ്വത്തുകളുടെയും അടിയാധാരം തിരക്കി പോയാൽ കിട്ടൂല. കാരണം പണ്ട് ഈ സംവിധാനമില്ലല്ലോ, ഈ സിസ്റ്റം ഇല്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവകരമായൊരു വിഷയമാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് ഗവൺമെന്റ് പാസാക്കിയിട്ടുള്ളത്. അള്ളാഹു സമാധാനം നൽകട്ടെ. നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ അള്ളാഹു നല്ല സൽബുദ്ധിയും സുമനസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഞ്ജീവ് ഖന്ന ഇന്നലെ ചോദിച്ചു, നിങ്ങൾ തന്നെ പറയുന്നു വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ഈസ് എ മുസ്ലിം പേഴ്സണൽ ലോ സബ്ജക്ട് എന്നല്ലേ? അതായത് മുസ്ലിം വ്യക്തി നിയമ വിഷയമാണെന്ന്. വഖഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം വ്യക്തി നിയമ വിഷയമാണത്. അതിൽ പിന്നെ എന്തിനാണ് മറ്റു മതസ്ഥരെ കടത്തിക്കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോ തിരികെ സഞ്ജീവ് ഖന്ന എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് തുഷാറുമേത്ത് ചോദിച്ചതാണ്, എന്ത് എന്ന അന്യമതസ്ഥരായ നിങ്ങൾ എങ്ങനെയാണ് ഈ കോടതിയിൽ ഇരുന്നു കൊണ്ട് മുസ്ലിമീങ്ങളുടെ സ്വത്തിനെ പറ്റി നിങ്ങൾ വിധി കൽപ്പിക്കുക? അപ്പോഴാണ്
അപ്പോഴാണ് ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്ക് നമ്മുടെ ജുഡീഷ്യറിയില് പ്രതീക്ഷ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തുഷാർ മേത്രയോട് പറഞ്ഞത്, ഞങ്ങളുടെ മതവും എല്ലാം കോടതിക്ക് വെളിയിലാണ്. അത് കോടതി വരാന്തയുടെ വെളിയിലാണ്. കോടതിക്കകത്ത് കയറിയ പിന്നെന്തില്ല, പിന്നെ ജഡ്ജിമാരായ ഞങ്ങൾക്ക് മതം പാടില്ല, ജാതി പാടില്ല. അത്ര മനോഹരമായല്ലേ? അത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള്. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മുടെ വഖഫ് സ്വത്തുക്കൾ നഷ്ടമാകാൻ പോകുന്ന ഒരു പ്രവർത്തനമാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. കോടതിയിൽ നിന്ന് ഇനി തീർപ്പുണ്ടാകണം. എത്രമാത്രം അത് നല്ലതായി വരുമെന്ന് പഴയ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റൂല. ഏതായാലും അല്ലാഹു ജല്ല ജലാലു നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാനം നൽകട്ടെ. നമ്മുടെ വഖഫ് സ്വത്തുക്കൾ ഒന്നുപോലും നഷ്ടപ്പെടാത്ത തരത്തിൽ അധികാരികളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു ജല്ല ജലാലു നമ്മുടെ വഖഫ് സ്വത്തുക്കള, നമ്മുടെ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ നമുക്ക് അവകാശപ്പെട്ട പൊതുസ്വത്ത് ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലാഹു നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.